മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആരാധന വത്സരത്തിലെ ഒരു പുതിയ കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ കാലം അറിയപ്പെടുന്നത് തന്നെ നോമ്പുകാലമെന്നാണ്. ഈശോ മിശിഹായുടെ രക്ഷാകര കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തെ അനുസ്മരിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിലൂടെയും നമുക്ക് നേടിത്തന്ന രക്ഷയാണ് നാം ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുക. നോമ്പുകാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നാം ചിന്തിക്കുക ഉപവാസത്തെ പറ്റിയുള്ള ചിന്തകളാണ്. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തന്നെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നാം കാണുക ഈ കൂടെ വസിക്കലിൻ്റെ ഫലങ്ങളെ പറ്റിയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് മോശ ചെലവഴിച്ച 40 ദിവസങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ് നാം വായിക്കുക. ദൈവത്തോട് ഒപ്പമായിരുന്ന മോശയുടെ ജീവിതത്തിൽ കടന്നു വന്ന ദൈവിക സാന്നിധ്യത്തെപ്പറ്റി നാം ഇവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് വസിച്ചപ്പോൾ മോശയുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം നമ്മിലേക്ക് കടന്നു വരും എന്നുള്ള വലിയ ചിന്തയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമുക്ക് നൽകുക. ഇന്നത്തെ രണ്ടാമത്തെ വായനയായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എപ്രകാരമാണ് നമ്മുടെ ഉപവാസം നാം അനുഷ്ഠിക്കേണ്ടതെന്ന് വ്യക്തമായി യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേവലം മത്സ്യമാംസ വർജനങ്ങൾ മാത്രമല്ല, പിന്നെയോ ആന്തരികമായ ഒരു മാറ്റത്തിന് ഈ ഉപവാസം നമ്മെ നയിക്കണമെന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലോസ്ലേഹ എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഉപവാസം നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നവജീവിതമായി മാറ്റപ്പെടണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി ദൈവസ്നേഹത്തിൽ പുതിയ മനുഷ്യനെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള വലിയ ഉദ്ബോധനമാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് നൽകുക. ഇന്നത്തെ സുവിശേഷ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെപ്പറ്റിയുള്ള ഭാഗമാണ് നാം വായിക്കുക. ഈശോ തൻ്റെ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് 40 രാവും 40 പകലും ഉപവസിച്ചപ്പോൾ തൻ്റെ പരസ്യ ജീവിതത്തിൽ തൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ശക്തി ആർജിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. അങ്ങനെ പിതാവിനോട് ചേർന്ന് തന്നെ ദൗത്യം ആരംഭിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അവിടത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. കേവലം മത്സ്യത്തിൻ്റെയോ മാംസത്തിൻ്റെ വർജനമല്ല, പിന്നെയോ ആന്തരികമായ ഒരു പരിവർത്തനത്തിനുള്ള ദിനങ്ങളാകട്ടെ നമ്മുടെ നോമ്പുകാലമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.